സാധാരണ SK-നാണ് വന്നിട്ട് എന്നോട് ചോദിക്കാറുള്ളത് എന്തൊരു വിശേഷം. അല്ല, പൂരം എന്ന് പറഞ്ഞാല് ജയരാജ് വാര്യർ ഒരു ഗുഡ് മോർണിംഗ്, ഒരു പൂരാവേശം ജയരാജ് വാര്യർ നിറച്ച കലണ്ടറാണ് നമ്മൾ ഓർക്കുന്നത്. പൂരത്തിലാണ് നമ്മൾ പല ഓർമ്മകളിലും ഒരു ഗുഡ് മോർണിംഗും ഒരു പൂരാവേശവും വാര്യരെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ ഉണ്ടല്ലോ അല്ലേ. ഞാനൊരു 56 വർഷം പ്രായം പറയില്ല. എനിക്ക് ഓർമ്മ വെച്ച കണ്ണ് തുറന്ന് എൻ്റെ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് പൂരം കാണാൻ തുടങ്ങിയ മുതൽ ഇന്ന് വരെ അത് കണ്ടിട്ടുണ്ട്. പൂരമില്ലാത്ത വർഷങ്ങളുണ്ട്. അല്ല, ഇപ്പൊ പ്രായമുള്ളവർക്കാണല്ലോ മാർക്കറ്റ്. അതായത് പൂരത്തിന്റെ ആചാരം പോലെ ജയവാര്യർ വാര്യരിൽ പൂരമില്ല, പൂരയിലെ വാര്യരില്ല. വാര്യരാണ് വിളക്ക് പിടിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഗജ വീരന്മാർക്ക് മുന്നിൽ വിളക്ക് പിടിക്കുന്ന വാര്യരാണ്. അതൊരു കുലത്തൊഴിലാണ്. അറിയാലോ, കുത്തുവിളക്കിന്റെ പ്രാധാന്യം അറിയാലോ. കുത്തുവിളക്കിന്റെ ആ കുത്തി ഇങ്ങനെ നിർത്തിയിട്ട് അതിലെ നാളം, അതാണ് പ്രഭയായിട്ട് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിൽ വെളിച്ചം. എങ്ങും വെളിച്ചമാണ് പൂരം. പൂരം ആരവമാണ്, ആഘോഷമാണ്. പക്ഷെ എനിക്ക് വളരെ ഒരു ആദരാഞ്ജലി അർപ്പിക്കാനുള്ളത് ഇവിടെ നമ്മുടെ മുളവന്താവിൽ നടന്ന വെടിക്കെട്ടപകടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഞാൻ വടക്കുംനാഥനോടും പ്രാർത്ഥിച്ചതാണ്, ഭഗവാനെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. അത് മാത്രമല്ല, നമ്മൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലം, അത്തരത്തിലുള്ള ദുരിതങ്ങളൊന്നും ഇല്ലാതെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ. രണ്ടുപേര് പക്ഷേ ജയരാജ് കൊണ്ട് മൂളിക്കാതെ എങ്ങനെയാണെന്ന് വിടുക? രാവിലെ നമുക്കത് രണ്ടുപേരും അങ്ങോട്ട്. ഇതിപ്പോ പുതിയൊരു പാട്ടുണ്ട്, അത് മറ്റേ ഞാനും എൻ്റെ മോളും കൂടിയാണ് പാടിയത്. അത് ശില്പി സോമൻ എന്ന് പറയുന്ന ഒരു ശില്പി എഴുതിയതാണ്. വിദ്യാരംഭാഷ അനിയൻ നടേശ് ശങ്കറാണ് ആ ട്യൂൺ ഇട്ടത്. ഇവിടെ ഇമ്പട്ടിയാരെ എന്നൊരു വാക്കുണ്ട്, തമ്പുരാട്ടി. അപ്പൊ ഒരു കുഞ്ഞിക്കോരൻ എന്ന് പറയുന്ന ആ വീട്ടിലെ അംഗത്തെ പോലുള്ള ഒരാള് ഇമ്പട്ടിയാരോട് പൂരം കാണാൻ വിളിക്കുന്നതാണ്. ശക്തരിൽ ശക്തന്റെ തട്ടകത്തിൽ ഇമ്മിണി വല്യേ പൂരം കാണാൻ, ശക്തരിൽ ശക്തന്റെ തട്ടകത്തിൽ ഇമ്മിണി വല്യേ പൂരം കാണാൻ, ഇമ്മക്കും പോണ്ടേ ഇമ്പട്ടിയാരേ, ഇമ്മക്കും പോണ്ടേ ഇമ്പട്ടിയാരേ. അപ്പൊ പറയുന്നത് ഇമ്മക്കും പോകാം കുഞ്ഞിക്കോര, ഇമ്മക്കും പോകാം കുഞ്ഞിക്കോര, ഇമ്മക്കും പോകാം ഇമ്മക്കും പോകാം ഇമ്മക്കും പോകാം കുഞ്ഞിക്കോര. അങ്ങനെ പാട്ട് ഞാൻ പാടിയതുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പൊ തന്നെ അയക്കും. പിന്നെ അല്ല, ഞാനിപ്പോ അങ്ങ് വിട്ടേക്കാം. ഹഷ്മി, അപ്പോൾ സന്തോഷം. പൂരാശംസകൾ. എല്ലാവിധ പൂരാശംസകളും. തൃശ്ശൂരിൽ ഞാൻ എന്തുട്ടാ ചെയ്യണ്ടെന്ന് ചോദിക്കുക. ഉറപ്പായി അതൊക്കെ പറയും, കൃത്യമായി പറഞ്ഞിരിക്കും. എന്തുട്ട് വേണേ ചെയ്യാം. അപ്പൊ അങ്ങനെ അപ്പൊ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളൊന്നും മാറ്റമില്ല. പക്ഷെ ഓരോ തവണ കണ്ടാലും ഞാൻ SK-നോട് ഞാൻ പറയായിരുന്നു, ഓരോ തവണ നമ്മളും ആദ്യം കാണുന്ന പോലെ മഹാവിസ്മയം, കടൽ കാണുന്ന പോലെ, ആരെ കാണുന്ന പോലെ, ഓരോ തവണയും ഹാഷ്മി യു ആർ റൈറ്റ്. ഓരോ തവണ കാണുമ്പോഴും പൂരത്തിന് അതിന്റെ ഡയമെൻഷൻ മാറും. അത് എന്താ വെച്ചാൽ നമ്മുടെ കലാപരമായ വീക്ഷണവും നമുക്ക് നമ്മുടെ ഒരു നിരീക്ഷണ പാഠവും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധവും, കാരണം ഇത്രയും മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട പൂരമായതുകൊണ്ടാണ് പൂരങ്ങളുടെ പൂരമായത്. കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും മാനേജ്മെന്റ് വിസ്മയാണത്. അതാണ് പൂരത്തിന്റെ പ്രത്യേകത. പൂരം ആഘോഷമാണെങ്കിലും പൂരത്തിന് അപ്പുറത്തുള്ള എല്ലാ കണ്ണീരും മറക്കുക. ഇനി നമ്മുടെ നാട്ടിൽ മൈത്രിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെയും കൈമാറലിന്റെയും പൂരം നടക്കുമ്പോൾ ഒരിക്കലും ഒരു ദുരന്തവും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നമ്മുടെ. അപ്പൊ ആ പ്രാർത്ഥനയോടെ നമുക്ക് കാണാം. ഇവിടെ ഉണ്ട്. അതെ, ഞാൻ SK-നെ അയക്കണോ നിങ്ങൾക്ക് അയക്കണം? എനിക്ക് അയക്കോ അല്ലെങ്കിൽ ചോദിക്കുന്നത് നമുക്കും പോണ്ടേ പോണ്ടേന്നാണ്. അപ്പൊ ഇനി വരാൻ മടിച്ചിൽ നിൽക്കുന്നവരോട് എന്താ പറയാ? ഇമ്മക്കും പോണ്ടേ ഇമ്മക്കും പോണ്ടേ ഇമ്പട്ടിയാര്. ഒരു ഇമ്പട്ടിയാര്. അപ്പോ ഇനിയും വീടുകളിൽ വരാൻ പഠിച്ചു നിൽക്കുന്ന അങ്ങനെ ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ പറയുമ്പോൾ ഇബ്രാഹിം, നമ്മുടെ സുജേഷ് നന്നങ്ങാടി ചോദിക്കുന്നു, എന്താണോ വാര്യരെ നന്നാവാത്ത എന്ന് ചോദിക്കാൻ വരുമ്പോഴേക്കും ജയരാജ് വാര്യർ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാര്യർ നന്നായി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഹുസൈൻ പറയുന്നു, തെച്ചിക്കോട്ട് രാമേന്ദ്രനും ഹാഷ്മി താജ് ഇബ്രാഹിം ഒരുപോലെ തലയെടുപ്പോടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.